ഞാൻ ഈ ദിവസം എന്തൊക്കെയാണ് ചെയ്തു പോകേണ്ടത്, എന്നോട് ഒട്ടി നിൽക്കുന്നവർക്ക് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടത്, ഞാനാൽ ചെയ്യപ്പെടേണ്ടതായ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഇന്നേ ദിവസം എന്ന് ആലോചിച്ച് മാത്രം മുഴുകിക്കൊണ്ട് ആ കാര്യങ്ങൾ ഇടപെട്ട് പോകാൻ ഈശ്വര എനിക്ക് അടുത്ത വർഷം ഓരോ ദിവസവും ഓരോ നിമിഷവും സാധിക്കണേ. സാർ, ഇനിയിപ്പോൾ ഒരു പുതുവർഷം വരാൻ പോകുന്നു. ഒരു 26 വർഷത്തോളമായിട്ട് ഈ ജ്യോതിഷ മേഖലയിൽ നിൽക്കുന്ന ആളാണ് സാറ്. അപ്പം നമ്മുടെ പുതുതലമുറയോടും ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്നും ഒരു ഉപദേശം പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ നേരുന്നു. ഈ പുതുവത്സരാശംസയിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ജ്യോത്സ്യൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്, നിലവിൽ ഏഴരശനിയുള്ളവരെല്ലാം വളരെ ശ്രദ്ധിക്കുക. ലഹരിശീലങ്ങളിലേക്കൊക്കെ പോകാതിരിക്കുക. ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ ഉത്രാളത്തിലായിരിക്കും. ഉത്രാടത്തിൽ മുക്കാല്, തിരുവോണം, അവിട്ടം, ചതയം, പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി, ഇത്രയും നക്ഷത്രക്കാരിപ്പോൾ ഏഴരശനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇത്രയും പേരും ഇതുപോലുള്ള വലിയ വിനോദങ്ങളിലൊക്കെ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. മനസ്സിൻ്റെ നിയന്ത്രണം വിടുന്ന തരത്തിലേക്ക് യാതൊരുവിധ കാര്യങ്ങളിലും പങ്കെടുക്കാതിരിക്കുക. അത് ചെയ്യുമ്പോൾ തന്നെ വളരെ വളരെ കാര്യങ്ങളായിരിക്കുമല്ലോ, വളരെ ഗുണകരമായിരിക്കുമല്ലോ. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, വ്യാഴം അനുകൂലമായി നിൽക്കുന്നവരുണ്ട്. അവരൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുക, ഒരുപാട് സ്നേഹത്തോടെ മാതാപിതാക്കളോട് പെരുമാറുക. പിന്നെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോൾ പുതിയ തലമുറയോട് പറയാനുള്ള ഏറ്റവും വലിയ നിർദ്ദേശം വളരെ ഗൗരവത്തിൽ കേൾക്കണം അത് എന്നാണുള്ളത്. നിങ്ങൾ ഏത് കാര്യത്തിലേക്ക് പങ്കെടുക്കുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നവരെ ഒന്ന് ഓർക്കുക ആ നിമിഷം. അപ്പോൾ നിങ്ങൾക്കെന്ന് വെച്ചാൽ ഞാൻ കാവ്യയോട് പറയുമ്പോൾ കാവ്യ എന്നല്ല, സമൂഹം, നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. നമ്മൾക്ക് കുഴപ്പം പിടിച്ച കാര്യങ്ങളിലേക്ക് പോകാൻ എളുപ്പമാണ്. ഈ സെലിബ്രേഷൻസ് ഒക്കെ നമ്മളെ അങ്ങനെയായിരിക്കും നയിക്കുന്നത്. ആ സമയം നമ്മളുടെ അമ്മയോ നമ്മുടെ അച്ഛനോ മക്കളോ ഭാര്യയോ കൂട്ടുകാരോ സഹോദരങ്ങളോ അങ്ങനെ ഗുരുക്കന്മാരോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. ആ സ്വാധീനിച്ചവരെ ഒരു നിമിഷം നമ്മളൊന്ന് ഓർക്കുക. അപ്പോൾ നമ്മൾ വേണ്ടാത്ത എന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതത്തെ, വേണ്ടാത്തതെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തെ പാടെ നശിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകാതിരിക്കും. ആരോഗ്യത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കുക, യാത്രകൾ വളരെ സൂക്ഷിക്കുക, വാഹനം ഓടിക്കുന്നതൊക്കെ സൂക്ഷിക്കുക. ഇപ്പോൾ എല്ലായിടും ഒരു വെപ്രാളം പിടിച്ച യാത്രയായിരിക്കുമല്ലോ. ആഘോഷപൂരിതമാകുമ്പോൾ അതിൻ്റെ പുറയിൽ സന്തോഷം പോയിട്ട് സന്താപം കലരുന്ന കാര്യങ്ങളായിരിക്കും കേൾക്കുന്നത് ഭൂരിപക്ഷവും. അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവരും കൂടുതൽ നല്ല രീതിയിൽ ആഘോഷിക്കുക. നമ്മുടെ ഇഷ്ടമുള്ളവരെ ഇപ്പോഴും ഓർക്കുക. കുടുംബങ്ങളോടൊപ്പം നമ്മുടെ വീട്ടിൽ മാതാപിതാക്കൾ സ്നേഹമായിട്ടുണ്ട് എങ്കിൽ ചിലപ്പോൾ ചിലർക്ക് അതായിരിക്കില്ല. കഷ്ടകാലം കൊണ്ട് പൂർവ്വജന്മദോഷം കൊണ്ടോ ഒക്കെ മാതാപിതാക്കൾ ചിലപ്പോൾ വിരുദ്ധരായിരിക്കാം. ചിലപ്പോൾ മാതാപിതാക്കൾക്ക് മക്കൾ വിരുദ്ധരായിരിക്കാം. രണ്ടുമുണ്ട്. മക്കൾ മാതാപിതാക്കൾക്ക് വിരുദ്ധരായിരിക്കാം, മാതാപിതാക്കൾ മക്കൾക്ക് വിരുദ്ധരായിരിക്കാം. എന്തൊക്കെയാണെങ്കിലും എല്ലാവരും ഒരുമിച്ച് ഒരു നല്ല പുലരിയെ പ്രതീക്ഷിച്ചുകൊണ്ട്, ഈശ്വരനെ വിചാരിച്ചുകൊണ്ട്, ഇഷ്ടദേവതകളെ കണ്ട് വണങ്ങിക്കൊണ്ട്, ഒത്തിരി സ്നേഹത്തോടെ, ഒത്തിരി കൃതാർത്ഥതയോടെ, എന്ന് വെച്ചാൽ നമുക്ക് ഇനിയൊരു ഒരു പൊൻ പ്രതീക്ഷയാണല്ലോ, ഒരു മഹാപ്രതീക്ഷയുടെ ഈ ദിവസങ്ങളെ നമുക്ക് സ്നേഹത്തോടെ വരവേൽക്കണം, സന്തോഷത്തോടെ വരവേൽക്കണം, സമർപ്പണത്തോടെ വരവേൽക്കണം. നമ്മൾക്ക് ഇത്രയും കാലം ജീവിക്കാൻ അവസരം തന്നിരിക്കും. നമുക്ക് എല്ലാവർക്കും കൈയും കാലും ഒക്കെ ഉണ്ട്, എല്ലാം കാണാനും കേൾക്കാനും ഒക്കെ കഴിയുന്നുണ്ട്. ഇതൊന്നും ഇല്ലാത്ത ആളുകൾ ദിവ്യാംഗരായിട്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കിതെല്ലാം ഉണ്ട്, എന്നിട്ട് നമ്മളതിനെ വേണ്ടുമണ്ണം ഉപയോഗിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുക. എന്നുവെച്ചാൽ നമ്മളുടെ ബുദ്ധിയെ മാക്സിമം ഉപയോഗിക്കാൻ ഇടയാവട്ടെ. 2025 എൻ്റെ ബുദ്ധിയെ അങ്ങേയറ്റം ഉപയോഗിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ഓരോരുത്തരും സ്വന്തം ചിന്താധാരകളെ അങ്ങേയറ്റം വികസിപ്പിക്കാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക, ആഗ്രഹിക്കുക. അതുപോലെ തന്നെ അത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. 2025 ഒരു നല്ല ലക്ഷ്യം വെച്ചതായിരിക്കണം. ഒത്തിരി ഉന്നതങ്ങളിലേക്ക് പോകാൻ, ഒത്തിരി സുന്ദരമായി ഒരുങ്ങാൻ, ഒത്തിരി സുന്ദരമായി പാടാൻ, ഒത്തിരി സുന്ദരമായി വിനോദസഞ്ചാരം നടത്താൻ, ഒത്തിരി സുന്ദരമായി പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ, ഒത്തിരി സുന്ദരമായി മാതാപിതാക്കളെ സ്നേഹിക്കാൻ, ഒത്തിരി സുന്ദരമായി സുഹൃത്തുക്കളോടൊപ്പം സമയം ചിലവഴിക്കാൻ, മറ്റുള്ളവർക്കെല്ലാം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് എല്ലാത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടി നമുക്കൊരു വർഷം കാത്തിരിക്കാം. അതിനുവേണ്ടി നമ്മൾ അണിഞ്ഞൊരുങ്ങണം. ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള ഓരോ ദിവസവും ഇനി വന്നു കഴിഞ്ഞു അല്ലേ? ഏറ്റവും മനോഹരമായ ഒരു
ആംഗലേയ വർഷത്തിനെ നമ്മൾ സ്വീകരിക്കാനായിട്ട് പുണരാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഭഗവാനോട് ശരിക്കും പ്രാർത്ഥിക്കുക. പിന്നെ വ്യാഴം അനുകൂലമായിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇപ്പോഴും വ്യാഴം പ്രതികൂലമായിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ആ നക്ഷത്രക്കാരൊക്കെ വളരെ ശ്രദ്ധിച്ച്, വ്യാഴം പ്രതികൂലമായിരിക്കുന്നവരും ശനി പ്രതികൂലമായിരിക്കുന്നവരും എല്ലാം വളരെ ശ്രദ്ധിച്ച് മുന്നേറുക. അനുകൂലമായിരിക്കുന്നവർ വീണ്ടും വണ്ണം ഉപയോഗിക്കുക. ആ വീണ്ടും വണ്ണം ഉപയോഗിക്കുക എന്നുള്ളത് അടിവരയിട്ട് കേൾക്കണം. അത്രയും ഗഹനമായി ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങണം. ഇപ്പോൾ വ്യാഴം അനുകൂലമായിരിക്കുന്നതും ശനി അനുകൂലമായിരിക്കുന്നതും ഒരുപിടി നക്ഷത്രങ്ങളേ ഉള്ളൂ. രണ്ടും കൂടി അനുകൂലമായിരിക്കുന്നവർ കുറച്ചേ ഉള്ളൂ. അവർക്കൊക്കെ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഇനിയുണ്ട്, കുറച്ച് മാസങ്ങൾ കൂടി ഉണ്ടല്ലോ ശനി പോകാനും ഒക്കെ അവർക്ക്. അപ്പോൾ ശനി ഗുണമായി വരുന്നവരും ദോഷമായി വരുന്നവരും ഉണ്ട്. പക്ഷേ എല്ലാവർക്കും ദോഷം വരാൻ പോകുന്നില്ല. ദോഷം വരാൻ പോകുന്നവർ എന്ന് പറഞ്ഞ് മാർച്ച് 29-ന് ശനി മാറുമ്പോൾ കുറച്ചും കൂടെ ദോഷത്തിലേക്ക് പോകാൻ ഇരിക്കുന്നവരെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ഭയന്നിരിക്കുന്നുണ്ടാവും. അവരൊന്നും അങ്ങനെ ഭയക്കേണ്ടതില്ല. അതിനുള്ള വീണ്ടും വണ്ണമുള്ള ബുദ്ധിപൂർവ്വമുള്ള നീക്കങ്ങൾ നടത്തുക. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ജ്യോതിഷ വഴിയിലൂടെ ശ്രമിക്കുമ്പോഴും അന്നെന്നുള്ള കാര്യങ്ങൾ എഴുതി വെച്ച് നീങ്ങാൻ ശ്രമിക്കുക. ഒരുപാട് ഉന്നതമായി ചിന്തിക്കുന്നവരോട് ആലോചിച്ച് ചെയ്യുക. കൂട്ടമായി ആലോചിക്കാതെ ഒരു കാര്യത്തിലും കൈകടത്താതിരിക്കുക. എത്രയും ശ്രദ്ധയോടെ കേൾക്കണം. ശനി പിടിക്കുന്ന അവിടെയൊക്കെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിച്ച് നീങ്ങുന്നവർക്ക് ശനി ഒരു നാശകാരിയല്ല. ഏറ്റവും കൂടുതൽ ചിന്തിച്ച് നീങ്ങുന്നവർക്ക് ശനി എപ്പോഴും ഒരു അനുഗ്രഹദായകമായ നീക്കമാണ് നടത്തുന്നത്. അപ്പോൾ അത്രയും ചിന്തിച്ച്, അത്രയും എഴുതി വെച്ച്, അത്രയും ആലോചിച്ച്, അത്രയും ബാഹ്യ വിഷയങ്ങളിൽ മാറി നിന്നുകൊണ്ട് ഈ ദിവസം എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്. ഗീതയിൽ പറയുന്ന ശ്ലോകം ഓർക്കുക. സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ എന്ന് പറഞ്ഞ് ആശയം എപ്പോഴും ഓർക്കുക. മറ്റുള്ളവരുടെ കാര്യങ്ങളെക്കുറിച്ചോ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അമിതമായി തലയിടാതെ ഞാൻ ഈ ദിവസം എന്തൊക്കെയാണ് ചെയ്തു പോകേണ്ടത്, എന്നോട് ഒട്ടി നിൽക്കുന്നവർക്ക് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടത്, ഞാനാൽ ചെയ്യപ്പെടേണ്ടതായ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഇന്നേ ദിവസം എന്ന് ആലോചിച്ച് മാത്രം ഒഴുകിക്കൊണ്ട് ആ കാര്യങ്ങൾ ഇടപെട്ട് പോകാൻ ഈശ്വര എനിക്ക് അടുത്ത വർഷം ഓരോ ദിവസവും ഓരോ നിമിഷവും സാധിക്കാൻ ഇടയാകണേ എന്ന് പ്രാർത്ഥനയോടുകൂടി നമുക്ക് അടുത്ത അതിമനോഹരമായ ഒരു 2025-നെ വരവേൽക്കാം. ആശംസകൾ. താങ്ക് യു സർ. നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ABC മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.